വിഷു ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഗോർഖി ഭവനിലാണ് നറുക്കെടുപ്പ്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം ലഭിക്കുക. 44 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇതുവരെ വിറ്റഴിഞ്ഞിട്ടുണ്ട്. ആകെ 45 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അജ്മൽ ദിരാറാണ് ചേരുന്നത്. അജ്മൽ, ഇന്നാണ് ആ ഭാഗ്യശാലി ആരാണെന്ന് അറിയുന്നത്. മാത്രമല്ല റെക്കോർഡ് വിൽപ്പനയാണ് ടിക്കറ്റിൽ നടന്നിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ഗോകുൽ ശ്രീനിധി, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് 45 ലക്ഷത്തോളം പേരുടെ നെഞ്ചിടിപ്പേറ്റിക്കൊണ്ട് ഗോർഖെ ഭവനിലാണ് നറുക്കെടുപ്പ് വേദിയിൽ ഇന്ന് ഈ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ നറുക്കെടുപ്പ് നടക്കുക. ഈ സംസ്ഥാന ചരിത്രത്തിൽ ഈ 45 ലക്ഷം ടിക്കറ്റുകൾ വിൽക്കുക എന്ന് പറയുന്ന ഒരു റെക്കോർഡ് തന്നെയാണ്. കഴിഞ്ഞ തവണ 42 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് എന്നാണ് ഈ ഭാഗ്യക്കുറി ഈ ലോട്ടറി വകുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത്തവണ 45 ലക്ഷം ടിക്കറ്റുകൾ പുറത്തിറക്കിയ മുഴുവൻ ടിക്കറ്റുകളും ഏജന്റുമാർ വഴി വിറ്റു എന്നും ലോട്ടറി വകുപ്പ് അറിയിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റത്. തൊട്ടുപിറകെ നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെ തൊട്ട് പിന്നാലെയുണ്ട്. ഏതായാലും 300 രൂപ വിലയുള്ള ടിക്കറ്റിന്റെ ആദ്യ സമ്മാനം എന്ന് പറയുന്നത് 12 കോടി രൂപയാണ്. ആ 12 കോടി ഏത് ഭാഗ്യശാലിക്കാണ് കിട്ടുക എന്നതാണ് ഈ 45 ലക്ഷം പേരുടെ നെഞ്ചെടുപ്പേറ്റുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാന കാരണം. പിന്നെ ഈ അതേ അക്കം വരുന്ന 5 സീരീസുകളിലുള്ളവർക്കും സമാശ്വാസ സമ്മാനമായി 1 ലക്ഷം രൂപ വീതം ലഭിക്കും. പിന്നീട് രണ്ടാം സമ്മാനം എന്ന് പറയുന്നത് 1 കോടി രൂപ വീതം 6 പരമ്പരകളിലുള്ളവർക്കാണ് ലഭിക്കുക, 6 സീരീസുകളുള്ളവർക്കാണ് ലഭിക്കുക. ഏതായാലും ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ഗോർഖെ ഭവനിലെ ഈ നറുക്കെടുപ്പ് വേദിയിൽ നടക്കുന്ന ഈ നറുക്കെടുപ്പിൽ അറിയാം ഈ വിഷു ബമ്പർ ഭാഗ്യശാലി ഏത് മലയാളിയാണ് അല്ലെങ്കിൽ ഇനി അന്യസംസ്ഥാന തൊഴിലാളിയാണോ ആരാണ് എന്നുള്ളത് ഏതായാലും ഉച്ചയ്ക്ക് 2 മണിയോടെ അറിയാം. ഗോകുൽ ശ്രീനിധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.